പ്രതിപക്ഷം കടുത്ത എതിർപ്പുയർത്തുകയാണ് വഖഫ് ഭേദഗതി ബില്ലിന്മേൽ. ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകൾക്കിടയിലാണ് കിരൺ റിജിജു ഇപ്പോൾ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതല്ല ഈ ബില്ല് എന്നും സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾ അനുസരിച്ചാണ് ഈ ഭേദഗതികൾ വരുത്തുന്നത് എന്നതുമാണ് കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞത്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം അടക്കം ശക്തമായ എതിർപ്പാണ് ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ലോക്സഭയിൽ ഉയർത്തിയത്. ഭരണഘടനാ വിരുദ്ധമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞത്. ഷബ്ന സിയാദാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർത്തത്. ഷബ്ന, പ്രതിപക്ഷം കടുത്ത എതിർപ്പാണ് ഈ ഒരു ബില്ലിന്മേൽ ഉയർത്തുന്നത്. എങ്കിലും ബില്ലിൽ മതപരമായ ഇടപെടൽ ഇല്ല എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. നയന, പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പോട് കൂടിയിട്ടാണ് ഈ ബില്ല് ഇപ്പോൾ കേന്ദ്രം പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ബില്ല് സച്ചാർ കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് എന്നാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. അതുപോലെ മതപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല, വഖഫ് ആരാധനാലയമല്ല, ഭൂമാഫിയക്കെതിരെയുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഭൂമാഫിയെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. നിരവധി പരാതികൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്രം ഇതിന് നൽകുന്ന വിശദീകരണം. എന്നാൽ മതസ്വാതന്ത്ര്യം ഹനിക്കുന്നതാണ് എന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിൽ നിലപാടെടുക്കുന്നുണ്ട്. ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഏതായാലും 1995 വഖഫ് നിയമത്തിലെ ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 1995 വഖഫ് നിയമത്തിൽ ദാനമായും അല്ലാതെയും ലഭിച്ച സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനവും അതുപോലെ ഈ നടത്തിപ്പിനുള്ള പൂർണ്ണ അധികാരവും വഖഫ് ബോർഡുകൾക്കുണ്ടായിരുന്നു. പിന്നീട് 2013 UPA സർക്കാരിന്റെ കാലത്ത് ഈ ഭേദഗതി ചെയ്തു നൽകിയ കൂടുതൽ അധികാരങ്ങൾ എടുത്തു കളഞ്ഞാണ് ഇപ്പോൾ പുതിയ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. നിലവിലെ നിയമപ്രകാരം വഖഫ് സ്വത്തുക്കൾ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ഭേദഗതി എന്ന് പറയുന്നു. വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ എല്ലാവരുമായി ചർച്ച നടത്തി, പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെ ചർച്ച നടത്തി എന്നും കേന്ദ്രം നിലപാടെടുക്കുന്നുണ്ട്. അത് പ്രകാരം ബില്ലിൽ 40ഓളം മാറ്റങ്ങളാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും വന്നിട്ടുള്ള മാറ്റങ്ങൾ മുസ്ലിം ഇതര അംഗങ്ങളെയും വനിതകളെയും വഖഫ് കൗൺസിലിലും ബോർഡുകളിലും ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബില്ലിലുള്ളത്. വഖഫ് ബോർഡ് CEO മുസ്ലിം ആയിരിക്കണമെന്ന വ്യവസ്ഥ നിലവിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ CEOയെ നിയമിക്കുന്നത് ബോർഡുമായി കൂടിയാലോചിച്ചായിരിക്കണമെന്ന വ്യവസ്ഥയും പുതിയ ബില്ലിലില്ല. അതുപോലെ വഖഫ് സ്വത്ത് രജിസ്ട്രേഷനുമായി വേണ്ടി കേന്ദ്ര പോർട്ടൽ ഒരുക്കുന്നത് അടക്കം 40ലധികം ഭേദഗതികൾ ഈ ബില്ലിലുണ്ട്. വഖഫ് സ്വത്ത് രജിസ്ട്രേഷനായി പോർട്ടൽ നിലവിൽ വരുന്നതോടെ റവന്യൂ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് സ്വത്തുക്കൾ വഖഫ് ചെയ്യാൻ ആകൂ എന്ന വ്യവസ്ഥയിലേക്ക് വരും. പോർട്ടലിനൊപ്പം ഭൂമി വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഡാറ്റാ ബേസും സജ്ജമാക്കും എന്നാണ് ബില്ലിലുള്ളത്. 11 വഖഫ് ബോർഡിൽ 2 പേർ വനിതകളായിരിക്കണം എന്ന പുതിയ നിർദ്ദേശം ബില്ലിലുണ്ട്. മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള 2 പേർ വേണം. ഓരോ പ്രദേശത്തെയും MLA, MP, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ബോർഡിൽ ഉണ്ടാകണം എന്ന വ്യവസ്ഥ ഈ ബില്ലിലുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഷിയ, സുന്നി തുടങ്ങിയ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് ബില്ല് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കും എന്ന വാദം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതുപോലെ കയ്യേറിയ വഖഫ് സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുന്നതിന് പരിശോധന നടത്താനും നോട്ടീസ് അയക്കാനും വഖഫ് സർവേ കമ്മീഷണർക്ക് അധികാരം നൽകുന്ന വഖഫ് നിയമത്തിലെ 40ാം വകുപ്പ് എടുത്തു കളഞ്ഞു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക്, പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നത് ഈ 40ാം വകുപ്പ് എടുത്തു കളഞ്ഞ് ഇതിന് പകരമായി പരിശോധനയ്ക്കുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് കൈമാറിയിരിക്കുന്നു. അതായത് ഒരു വഖഫ് സ്വത്ത് സർക്കാർ സ്വത്താണെന്ന പരാതി ഉയർന്നാൽ ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും വരെ ആ സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല, അത് സർക്കാരിന്റെ സ്വത്തായി കണക്കാക്കും. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നോട്ടീസുകളൊന്നും അംഗീകരിക്കില്ല എന്നും പാർലമെന്റിൽ കിരൺ റിജിജു പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബില്ല് പാസ്സാകാനുള്ള സാധ്യത, ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പിനിടെയാണ് ഇത്തരത്തിൽ ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ട്രിബ്യൂണൽ ഉണ്ടാക്കുന്ന കാര്യവും ഈ ബില്ലിൽ ഉറപ്പാക്കുന്നുണ്ട്. വഖഫ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നത് ഈ ജില്ലാ കളക്ടറെ അടക്കം പരമാധികാരിയാക്കിയുള്ള ഭേദഗതി ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇതിൽ വാദം ഉന്നയിക്കുന്നത്. എന്നാൽ ഏതായാലും ഈ പ്രതിപക്ഷ ബഹളത്തിനിടെ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വാദം ഉന്നയിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതികളിലും മറ്റും ഇത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും ബില്ല് വലിയ എതിർപ്പുകൾക്കിടയിൽ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു.
ശരി, വഖഫ് ബില്ല് ലോക്സഭയിൽ പാസാക്കിയിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകൾക്കിടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ ഒരു ബില്ല്, വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. വിവരങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്.